ഇനി ചില അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ്. കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക് സമുദ്രമേഖലയിലും മയക്കുമരുന്ന് കടത്തുന്ന കപ്പലുകൾ തകർത്ത് അമേരിക്ക. ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഇരു സമുദ്രമേഖലകളിലും അമേരിക്ക നടത്തിയ മയക്കുമരുന്ന് വിരുദ്ധ സൈനിക നടപടിയിൽ 135ഓളം പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, സമുദ്രമേഖലയിൽ ലഹരിവേട്ട തുടരുകയാണ് അമേരിക്ക. ഇതുവരെ 135ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും അമൽ, ചില അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇക്കാര്യത്തിലുണ്ട്. കേവലം ഒരു മയക്കുമരുന്ന് വേട്ട എന്നതിനപ്പുറം വെനിസ്വേലയിലെ വിഷയങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കരീബിയൻ കടലിലെ സേനാ വിന്യാസം, അതുപോലെ തന്നെ കരീബിയൻ കടലിലെ മയക്കുമരുന്ന് കടത്തുകൾക്കെതിരായ കർശനമായ നിലപാട്, ഇത്തരത്തിലുള്ള വിവിധങ്ങളായ നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഉണ്ടായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ 135 പേർ കരീബിയൻ കടലിലും അതുപോലെ തന്നെ കിഴക്കൻ പസഫിക് സമുദ്രത്തിലുമായുള്ള മയക്കുമരുന്ന് കടത്ത് ബോട്ടുകളുടെ നേരെ US നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ അടുത്ത ദിവസം, അതായത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ആക്രമണത്തിൽ, അതായത് തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ 11 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ കണിശമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കിഴക്കൻ പസഫിക്കിൽ മാത്രം 8 പേരാണ്, 2 കപ്പലുകളെയാണ് തകർത്തത്. അതുപോലെ തന്നെ കരീബിയൻ കടലിൽ ഒരു കപ്പലുമാണ് തകർത്തത്. ഇതിൽ ഓരോ ഇടത്തും 4 പേർ വീതമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. 4 പേരും ആദ്യത്തെ, അതായത് പസഫിക് സമുദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ, കിഴക്കൻ പസഫിക്കിൽ നടന്ന ആക്രമണത്തിൽ 4 പേര് വീതമുണ്ടായിരുന്ന 2 കപ്പലുകൾക്ക് നേരെയും 3 പേരുണ്ടായിരുന്ന ഒരു കപ്പലുകളിൽ നേരെയുമാണ് ആക്രമണം നടത്തിയത്. ഈ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെപ്റ്റംബർ മുതൽ അതിശക്തമായ കരീബിയൻ കടലിലും അതുപോലെ തന്നെ പസഫിക് സമുദ്രങ്ങളിലുമെല്ലാം തന്നെ, കിഴക്കൻ പസഫിക്കിലുമെല്ലാം തന്നെ അതിശക്തമായ നീക്കങ്ങൾ, സൈനിക നീക്കങ്ങൾ തുടരുകയാണ് അമേരിക്ക. അത് മയക്കുമരുന്നിന്റെ കടത്ത് നിയന്ത്രിക്കുക എന്ന് തന്നെയാണ് പ്രധാന ലക്ഷ്യം. അമൽ, സമുദ്രമേഖലകളിൽ ലഹരിവേട്ട തുടരുകയാണ് അമേരിക്ക. വിവരം നൽകുകയായിരുന്നു ഐസൺ ജോസ്.